JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആംബുലൻസ് അസിസ്റ്റന്റിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് പ്രൊവിഷണൽ ആൻസർ കീ ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ മുൻ വർഷത്തിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ ഈ പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ പരാതി കറക്റ്റ് ആയിട്ടുള്ളതാണ് എങ്കിൽ അത് അന്വേഷിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഫൈനൽ ആൻസർ കീ ഇടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊവിഷണൽ ആൻസർ കീയിൽ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമുക്ക് പ്രൊവിഷണൽ ആൻസർ കീ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ പ്രീവിയസ് കട്ട് ഓഫ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓരോരുത്തരും അവരവർക്ക് കിട്ടുന്ന മാർക്ക് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നമുക്ക് ഓരോ ക്വസ്റ്റിനും പറഞ്ഞു പോകാം. ഒന്നാമത്തെ ക്വസ്റ്റിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി. അതാണോ എല്ലാവരും എഴുതിയത്? ശരിയായ ഉത്തരം നിങ്ങൾ ടിക്ക് ചെയ്ത് പോവുക. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് നോക്കാം. അതിനുശേഷം അവസാനം നമുക്ക് പഴയ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ അറിയാം നിങ്ങൾക്ക് കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ധാക്ക. 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു. അടുത്ത ക്വസ്റ്റ്യൻ, തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1 ഉം 3 ഉം ആരൊക്കെയായിരുന്നു? ഒന്നാമത്തെ ആളാണ് ബാലഗംഗാധര തിലക്, 3 ലാലാ ലജ്പത് റായി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത്, ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന എന്നാണ്? നവംബർ 26. അടുത്ത്, താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? 1 ഉം 4 ഉമാണ്. 1 ഏതാണ്? 1 ഇന്ത്യയാണ്. 4 ഏതാണ്? അമേരിക്കൻ ഐക്യനാടുകൾ. അപ്പോൾ 1 ഉം 4 ഉമാണ് എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം. 1 ഇന്ത്യ, 4 അമേരിക്കൻ ഐക്യനാടുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശമാണ് മൗലികാവകാശങ്ങളിൽ പെടാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, പയ്യന്നൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. ഉപ്പു സത്യാഗ്രഹത്തിന് പയ്യന്നൂരിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. അടുത്ത ക്വസ്റ്റ്യൻ, സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ ഐത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഗുരുവായൂർ സത്യാഗ്രഹമാണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ച ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് അല്ലേ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA യിൽ ചേർന്ന മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA യിൽ ചേർന്ന മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? ഗഗൻയാൻ ആണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ ആണ് അല്ലേ. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? സ്പെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക് ആണ് സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി. ഏതാണ്? ഫോർവേഡ് ബ്ലോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? മലബാർ കലാപം ഉണ്ടാകാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? VP മേനോൻ ആണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആരാണ്? VP മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, 1ാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? കാർഷിക മേഖലയ്ക്കാണ് 1ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. കാർഷിക മേഖല. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ.
ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ആരാണ്? ശക്തികാന്ത ദാസ്. ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ആരാണ്? ശക്തികാന്ത ദാസ്. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അരുൺകുമാർ മിശ്ര. അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന ഏത് പർവ്വത നിരകളിലാണ്? കാറക്കോറത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാറക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന ഏത് പർവ്വതനിരകളിലാണ്? കാറക്കോറം. അടുത്ത ക്വസ്റ്റ്യൻ. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? ഏതാണ് കാവേരി നദിയുടെ പോഷക നദി? കബിനി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കബിനി നദിയാണ് കാവേരി നദിയുടെ പോഷക നദി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ് അല്ലെ. ഗുജറാത്തിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ആനമുടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞമാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. അടുത്ത ക്വസ്റ്റ്യൻ. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ചാലക്കുടി പുഴ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഇരവികുളം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? MP രാജേഷ് ആണ് അല്ലെ. MP രാജേഷ് ആണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. അടുത്ത ക്വസ്റ്റ്യൻ. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം മംഗളവനം. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം. മംഗളവനം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്ക് ഉള്ള ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ് അല്ലെ. ഇടുക്കിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത്. ഏത് ജില്ലയിലാണ്? ഇടുക്കി. അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി വിമാനത്താവളം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത് ഏതാണ്? മീനങ്ങാടിയാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തെരഞ്ഞെടുത്തത്. ഏതാണ്? മീനങ്ങാടി. അടുത്ത ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിലെ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. അടുത്ത ക്വസ്റ്റ്യൻ. 2021 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത് ആര്? ശ്രീകുമാരൻ തമ്പിയാണ് അല്ലെ. ശ്രീകുമാരൻ തമ്പിയാണ് 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതി രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി എത്രയാണ്? ജൂലൈ 14, 2023. 2023 ജൂലൈ 14. അടുത്ത ക്വസ്റ്റ്യൻ. മെയ് 17 കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? കുടുംബശ്രീ. മെയ് 17 കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? കുടുംബശ്രീ. അടുത്ത ക്വസ്റ്റ്യൻ. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം ഏതാണ്? കോഴിക്കോടാണ് അല്ലെ. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം കോഴിക്കോട്. അടുത്ത ക്വസ്റ്റ്യൻ. അമേരിക്കയില് മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്തിലാണ്. ഗുജറാത്ത്. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്ത്.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3 യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതൊക്കെയാണ്? 2, 3, 4 ശരിയായ പ്രസ്താവന. രണ്ടാമത്തെ ഏതാണ്? പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേല്. 3 വിക്ഷേപണ വാഹനം LV Mark 3. 4 വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. ഈ 3 രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? പിണറായി വിജയൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ എന്റെ വഴിത്തിരിവ്. പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ ഏതാണ്? എന്റെ വഴിത്തിരിവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജ് ആണ്. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? 2023 നടന്ന G20 സമ്മേളനത്തിന് ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്ത് ആണ്. അമിതാഭ് കാന്ത് ആയിരുന്നു ഇന്ത്യൻ ഷെർപ്പ. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്? ആഡം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആഡം സ്മിത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. എല്ലാം ശരിയാണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ എല്ലാം ശരിയാണ്. 1, ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 107. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. അത് 3 ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? കരൾ. കരളിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്വാഷിയോക്കർ. ക്വാഷിയോക്കർ ആണ് മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? സൈലന്റ് വാലിയാണ് കേരളത്തിലെ നാഷണൽ പാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? ലക്ഷഗംഗ. ലക്ഷഗംഗയാണ് അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ്. ലക്ഷഗംഗ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിലുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ? 2023 ലോക പരിസ്ഥിതി സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. അടുത്ത ക്വസ്റ്റ്യൻ, രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ആശാധാര. ആശാധാര. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആശാധാര. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യങ്ങൾ. ചെറുധാന്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? 5. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH ആണ് കൊടുത്തിരിക്കുന്നത്. pH 5 ആണ് ശരിയായിട്ടുള്ളത്. ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? pH 5 മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡി കണ്ടെത്തുക. ഇതിന്റെ അകത്ത് ഏതാണ് തെറ്റായ ജോഡി? രണ്ടാമത്തേതാണ് അല്ലേ? ഇരുമ്പ് ക്രിയോലൈറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത ക്വസ്റ്റ്യനുകൾ ധാരാളം ഈ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ധാരാളമായിട്ട് ക്വസ്റ്റ്യനുകൾ, പല ക്വസ്റ്റ്യനുകളും ഞാൻ ഓൾറെഡി ക്ലാസ് എടുത്തുപോയ ക്വസ്റ്റ്യനുകളാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഉത്തരം എഴുതാൻ വളരെ എളുപ്പമായി ആയിരിക്കും അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത്? യാന്ത്രികോർജം വൈദ്യുതോർജം ആവുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജം. വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജം. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിനുള്ള കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഏതാണ്? 1, 3, 4 ജോഡികളാണ് ശരിയായിട്ടുള്ളത്. ഇലക്ട്രോൺ JJ തോംസൺ. മൂന്നാമത്തേതാണ് ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്ക്. 4 പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പോൾ 1, 3, 4 ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയുള്ള ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? 1ഉം 2ഉം. അതായത് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. 2 ഏതാണ്? വസ്തുവിൽ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബവും. അപ്പോൾ
ഈ രണ്ട് പ്രസ്താവനകളാണ് സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ. 1ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. 2023 സെപ്റ്റംബർ 2. അടുത്ത ക്വസ്റ്റ്യൻ. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഹോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേ. നോർവേക്കാരനാണ്. 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഹോസെ ഏത് രാജ്യക്കാരനാണ്? നോർവേ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം കരളാണ് അല്ലെ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? കരൾ. അടുത്ത ക്വസ്റ്റ്യൻ. മലമ്പനിക്ക് കാരണമായ രോഗകാരി? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയമാണ് മലമ്പനിക്ക് കാരണമായ രോഗകാരി. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ? CT സ്കാൻ ആണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ജൂൺ 7. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം എന്നാണ്? ജൂൺ 7. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ് അല്ലെ. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത്? തൊണ്ടമുള്ളാണ് ഈ ജീവിതശൈലി രോഗമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ? സർക്കോമ. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ്? സർക്കോമയാണ്. സർക്കോമ. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി? നിരാമയ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാകുന്ന പദ്ധതിയാണ് നിരാമയ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008-ലാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത് 2008. അടുത്ത ക്വസ്റ്റ്യൻ. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടാണ്? കൊറോണ വൈറസ്. ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടാണ്? കൊറോണ വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. സശ്രദ്ധം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് സശ്രദ്ധം. അടുത്ത ക്വസ്റ്റ്യൻ. ലോക ജന്തുരോഗ ദിനം ജൂലൈ 6. ലോക ജന്തുരോഗ ദിനം ജൂലൈ 6. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീ മൻസുഖ് മാണ്ഡവ്യ. ശ്രീ മൻസുഖ് മാണ്ഡവ്യയാണ് ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ. 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും? 1.01. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ചയാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ കാണും? 5 ചൊവ്വാഴ്ചകൾ കാണും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 0, 1, 3, 6, 10 ആണെങ്കിൽ അടുത്ത സംഖ്യ ഏതാണ്? 15 ആണ് അല്ലെ. 15. അടുത്ത ക്വസ്റ്റ്യൻ. 25-ന് മുമ്പ് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 9. റൂട്ട് 0.0049 എത്ര? 0.07. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡിൽ 12.5 മീറ്റർ വേഗതയുള്ള ഓടുന്ന 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 350 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയം എടുക്കും? 40 സെക്കൻഡ് ആണ് ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മകളുടെ വയസ്സിന്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അമ്മയുടെ വയസ്സ് 51 ആണെങ്കിൽ മകളുടെ വയസ്സ് എത്ര? 17 വയസ്സാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എത്ര 8-ലൊന്ന് ചേർന്നാലാണ് 2-ലൊന്ന് ആവുന്നത്? 4. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 4 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. 2 സംഖ്യകളുടെ ലസാഗു ഉസാഗയും യഥാക്രമം 144, 24 എന്നിവയാണ്. സംഖ്യകളുടെ ഇപ്പോൾ ഒരെണ്ണം 72 ആയാൽ രണ്ടാമത്തെ സംഖ്യ 48. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 38, 45, 207, 389 ഒറ്റയാനെ കണ്ടെത്തുക. ഏതാണ്? 38 ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. 6 മാങ്ങയുടെ വാങ്ങിയ വില 5 മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭം എത്ര? 1. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 5 സംഖ്യകളുടെ ശരാശരി 44.35 എന്ന പുതിയൊരു സംഖ്യ കൂടി ആറാമതായി ചേർത്താൽ പുതിയ ശരാശരി എത്ര? 40. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 485.012 × 100 = 4800
48,501.2. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഈ ക്രമത്തിൽ തുടർന്നാൽ അഞ്ചാമത്തെ ചിത്രത്തിൽ എത്ര വരകൾ കാണും? എത്ര വരകൾ കാണും? ഓപ്ഷൻ ബി ആണ് 16. അടുത്ത ക്വസ്റ്റ്യൻ. എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ 5 കുട്ടികൾ ഒരു വരിയിൽ നിൽക്കുന്നു. ഡിയുടെയും ഇടയിലാണ് എ ഉള്ളത്. ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി ഉള്ളത്. ഏറ്റവും അറ്റത്തുള്ള കുട്ടികൾ ആരെല്ലാം ആയിരിക്കും? ബിയും ഇയും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 15/18 ക്വസ്റ്റ്യൻ മാർക്ക് ബൈ 30. ഏതാണ് ക്വസ്റ്റ്യൻ മാർക്ക്? 25/30. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 5 കിലോ ഗോതമ്പിന് 91.50 രൂപയാകുമ്പോൾ 183 രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും? 10 കിലോ ഗോതമ്പ് കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 5 × 21 - 7 + 7 × 2 എത്രയാണ്? 84 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. എന്നാൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? 60. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 3/13 പ്ലസ് 4/26 3/2. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഓരോരുത്തരും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇത് PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീയാണ്. ഇതിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പരാതികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നത് 55.33 ആണ് പ്രീവിയസ് ഇയറിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.